ഗവേഷണ സംഘവും ടിയോ സോളാർ കമ്പനിയും ചേർന്ന് ഓൺ ഗ്രിഡ് സോളാർ, ഹൈബ്രിഡ് സോളാർ വാട്ടർ ഹീറ്റർ, ഹീറ്റ് പമ്പ്, എനർജി ഓഡിറ്റ് എന്നിവയുടെ നിർമ്മാണം, സർവീസിംഗ്, ഫിറ്റിംഗ്, മാർക്കറ്റിംഗ് എന്നിവ പരിശീലിപ്പിക്കുന്ന പ്രോഗ്രാമിലേക്കാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സോളാർ എനർജിയെ പറ്റി, എനർജി ഓഡിറ്റ്, എനർജി സേവ്, സബ്സിഡി, MNRE എന്നീ വിഷയങ്ങളാണ്. ഈ ടോപ്പിക്കിനെ പറ്റി ക്ലാസ് എടുക്കാൻ വേണ്ടി മോൾചേക്കപ്പിനെ സ്വാഗതം ചെയ്യും. സോളാർ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു, എന്തുകൊണ്ടാണ് സോളാറിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി പരിസ്ഥിതിക്ക് ദോഷമാവുന്നത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഓക്കെ, നമ്മുടെ വീട്ടിലേക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി, KSTBയുടെ ഒരു യൂണിറ്റ് വൈദ്യുതി നമ്മുടെ വീട്ടിലെത്താൻ വൈദ്യുതി ബോർഡ് 2 യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കണം. പ്രസരണ, വിതരണ നഷ്ടം, ചോർച്ച, അല്ലെ? അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മുടെ കേരളത്തിലെ ഒരു ദിവസത്തെ ഊർജത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് 90 മുതൽ 95 ദശലക്ഷം യൂണിറ്റ് ആണ്. നമുക്ക് വേനൽക്കാലത്തും ഉത്സവത്തിന്റെ സമയത്തും ഇതിന്റെ അളവ് കൂടും. ഇതിൽ 30% മാത്രമേ കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ബാക്കി 70% നാഷണൽ ഗ്രിഡിൽ നിന്ന് നാം ഒരു വലിയ വില കൊടുത്താണ് വാങ്ങുന്നത്. 30% കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുള്ളൂ, ബാക്കി 70% കേന്ദ്ര ഗ്രിഡിൽ നിന്ന് കൂടിയ ഒരു വില കൊടുത്താണ് നാം വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതി കൂടുതലും ഇന്ത്യയെ പോലെ എല്ലാ രാജ്യങ്ങളും തെർമൽ സ്റ്റേഷൻ വഴിയാണ് ഉണ്ടാക്കുന്നത്. തെർമൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ താപ വൈദ്യുത നിലയങ്ങൾ വഴിയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. ഈ കൽക്കരി കത്തുമ്പോൾ എന്ത് സംഭവിക്കും? കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾ ഈ കൽക്കരി കത്തുമ്പോൾ പുറത്തേക്ക് പോകും. ഈ ഹരിതകൃത വാതകങ്ങൾ നമ്മുടെ പ്രകൃതിയെ പെരുകിയിട്ട് ആഗോളതാപനം, നമ്മൾ എന്ത് പറയും, ഗ്ലോബൽ വാർമിംഗ്. എങ്ങനെ ഇതുണ്ടാകുന്നേ? ഈ ചൂട് കൂടിയ വാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ പെരുകി നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂട്ടഡ് ആയി ആഗോളതാപനം എന്നുള്ള നമ്മുടെ പേര് നമ്മൾ അതിനെ വിളിക്കുന്നു. നമ്മൾ ഈ പ്രകൃതിയെ അറിഞ്ഞോ അറിയാതോ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട്. കാരണം ഈ ഭൂമി നമുക്ക് തരുന്ന ദൈവമാണ്, അതിനെ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. നാം അറിഞ്ഞോ അറിയാതെ എങ്ങനെ പൊല്യൂട്ടഡാകും? ഓക്കെ, അപ്പൊ ഈ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ തന്നെ 2 യൂണിറ്റ് വൈദ്യുതി ഉത്പാദിച്ചാലേ നമുക്ക് 1 യൂണിറ്റ് വൈദ്യുതി കിട്ടുള്ളൂ. ഈ 2 യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കുമ്പോൾ 2 കിലോ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കിട്ടും. നമ്മൾ 1 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ 1 കിലോ കാർബൺ ഡയോക്സൈഡ് ആണ് പുറത്തു പോകും. അപ്പൊ ഈ ആഗോളതാപനം കൂടി പ്രകൃതിക്ഷോഭം ഉണ്ടായി, കാലാവസ്ഥ വ്യതിയാനം വന്ന പ്രകൃതിക്ഷോഭം, അല്ലെ? നമ്മളിപ്പോ കാണും കാലം തെറ്റിയുള്ള മഴ, ചൂടാണ്, ഭയങ്കര വരൾച്ച, കർഷകരാകെ വരഞ്ഞിരിക്കുക. അപ്പൊ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഒരു മുഖ്യ പങ്ക് തെർമൽ സ്റ്റേഷൻ വഴിയുള്ള വൈദ്യുതി ഉത്പാദനം. അപ്പൊ നാം എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു സോഷ്യൽ വർക്ക്. കാരണം നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂട്ടഡ് ആകാതെ നമ്മൾ നോക്കും. കാരണം ഈ കോടാനുകോടി നമ്മൾ പഴകിയ ഊർജ്ജ സ്രോതസ്സിൽ ഊർജ്ജം ഉപയോഗിച്ച് നമ്മൾ തെർമൽ സ്റ്റേഷൻ വഴി അതെ പുതുക്കപ്പെടുന്ന ഊർജ്ജ സ്രോതസ്സാണ് സോളാർ. എന്നുകൊണ്ട് എന്നും പുതുക്കപ്പെടുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണ് സൂര്യൻ. എന്നും നിലനിൽക്കുന്ന, ഒരിക്കലും അസ്തമിക്കാത്ത, എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമാണ് സൂര്യോർജ്ജം. ഈ സൂര്യോർജ്ജം മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തി നമ്മൾ സോളാർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിനെ നമ്മൾ സംരക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മൾ സോളാർ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി ഇതേ ഉള്ളൂ, നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂട്ടഡാകുന്നു. നമുക്ക് നൂതന ഊർജ്ജം, അതായത് പുതുക്കപ്പെടുന്ന ഊർജ്ജ സ്രോതസ് വഴി കരണ്ട് ഉത്പാദിപ്പിക്കും. സോളാർ പോലുള്ളതാണെങ്കിൽ 0 കാർബൺ. ഒരു EV വണ്ടിയോടുമാണ് വഴിയിൽ പുകയുണ്ടോ, ശബ്ദമുണ്ടോ, ഏതൊക്കെ പൊല്യൂഷൻ ഉള്ളത്? ഏതൊക്കെ പൊല്യൂഷനാ? എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ, അല്ലെ? 4 തരം പൊല്യൂഷൻ. ഈ 4 തരം പൊല്യൂഷനും ഉപയോഗിക്കുന്ന വൈദ്യുതി ദോഷം ചെയ്യുന്നു. കിലോമീറ്റർ വർക്ക് തക്കുമ്പോൾ അതിന്റെ ചൂട് വെളിയിലേക്ക് പോയി കൂടുതൽ എനർജി ചെലവായി നമ്മുടെ അറ്റ്മോസ്ഫിയർ കേടാണ്. നമ്മളൊരു CFL ബൾബ് ഉപയോഗിച്ച് കേടാക്കി വലിച്ചെറിയും. അതിൻ്റെ അകത്തൊരു
മെർക്കുറി ബാഷ്പമുണ്ട്. ഇത് അന്തരീക്ഷത്തിലേക്ക് വീണ അന്തരീക്ഷം നമ്മുടെ മണ്ണ് കേടായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരും. ഓക്കെ, പിന്നെ വായു മലിനപ്പെടുന്നത് എങ്ങനെയാ? വായു മലിനപ്പെടുന്നത് ഈ പുക പുറത്തുനിന്നപ്പോ വായു മലിനപ്പെടും. സൗണ്ട് പൊല്യൂഷൻ എന്താ? വണ്ടിയൊക്കെ ഓടുമ്പോൾ ശബ്ദം നമുക്കറിയാലോ. അപ്പൊ EV വണ്ടികളാണെങ്കിൽ ഈ സൗണ്ട് പൊല്യൂഷന് അതുപോലെ തന്നെ അവിടെ എയർ പൊല്യൂഷൻ നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ, ഇനി ഓരോ ഉപകരണങ്ങളും എങ്ങനെ ഉപയോഗിച്ചാണ് കൂടുതൽ കറണ്ട് പോകുന്നതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളതുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മളിപ്പോ സോളാറിനെ ആസ്പദമാക്കി ഡിയോ സോളാർ ഇന്ത്യയിൽ മീറ്റിംഗ് നിങ്ങളായി സംഘടിപ്പിച്ചത് നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സൂര്യന്റെ നേരിട്ടുള്ള ഊർജ്ജം ഉപയോഗിച്ച് നമ്മൾ കാര്യം ഉപയോഗിക്കുന്നു. അതായത് തെർമൽ സ്റ്റേഷൻ വഴി വളരെ വലിയ തുക കൊടുത്ത് വളരെ ബുദ്ധിമുട്ടി ഇവിടെ എത്തുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഒരു യൂണിറ്റ് വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും കാർബൺ ഡയോക്സൈഡ് കുറഞ്ഞിരിക്കും. നമ്മുടെ ഗ്യാസ് ഇപ്പം കിട്ടാനില്ല. 2016 ഞാൻ ഇതിന്റെ ക്ലാസ് എടുത്തപ്പോൾ 400 രൂപയുടെ ഗ്യാസ്. അപ്പൊ ഗ്യാസ് കിട്ടാനില്ല. നമ്മുടെ പഴയ ആൾക്കാര് ഇത് സൂക്ഷിച്ച് പാനെടുത്ത് കയറ്റി നിൽക്കുന്ന സൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ പരിചരണത്തിന് വേണ്ടി നമുക്ക് കരുതി വേണം. നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനങ്ങൾ 200 വർഷത്തിനുള്ളിൽ കലക്കി തീർന്നു. അടുത്ത 60 വർഷത്തിനുള്ളിൽ ഗ്യാസ് ഓയിലൊക്കെ തീർന്നു. ഞാൻ എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയുടെ റിസോഴ്സ് സ്റ്റേഷനാണ്. ഇത് കേരളത്തില് കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു സ്ഥാപനം ഉപയോഗിക്കുള്ളൂ. EMC എനർജി മാനേജ്മെന്റ് സെന്റർ 1996 സ്ഥാപിതമായി. ഇതിന്റെ ജോലി ഇതുപോലെ ഗവേഷണം നടത്തി ഞങ്ങളെപ്പോലുള്ളവർക്ക് ട്രെയിനിങ് ആണ്. അപ്പൊ ഞാനൊരു 8 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്. കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ക്ലാസ്സുകൾ കൊടുത്തു പോകുന്നു. KCBയുമായി ലിങ്ക് ചെയ്യണം. അതിനൊക്കെ ഞങ്ങൾ ഒരു കാര്യം പറയുമായിരുന്നു, സോളാർ ദൂരപ്രദ സോളാറിന്റെ കാര്യം. അന്ന് ഞങ്ങൾ ക്ലാസ് എടുത്തതിന്റെ ഗുണം ഇപ്പോഴാണ് അറിയുന്നത്. ആൾക്കാര് 70,000 രൂപ സബ്സിഡിക്ക് 200 കോടി ആൾക്കാർക്കാണ് കേന്ദ്ര സർക്കാർ ഈ സോളാറിന്റെ ആനുകൂല്യം കൊടുത്തിരിക്കുന്നത്. സോളാർ വാട്ടർ ഹീറ്റർ അല്ലാത്ത സാധാരണ ഒരു വാട്ടർ ഹീറ്റർ വീട്ടിൽ പ്രവർത്തിക്കുക 3000 വാട്ട്സ് കറണ്ട്. നമ്മളാരും ശ്രദ്ധിക്കില്ല. ഒരു ഇൻഡക്ഷൻ അടുപ്പ് 2000 വാട്ട്സ് കറണ്ട്. 6 മണിക്ക് ശേഷം ഇതൊക്കെ ഓൺ ആക്കിയാൽ ഇരട്ടി കറണ്ട് കിട്ടില്ല. നമ്മുടെ കറണ്ടിന്റെ ബില്ലിനെ 3ആയിട്ട് തിരിച്ചു. പകല് മുഴുവൻ 25% കുറവ്. സന്ധ്യയ്ക്ക് 6 തൊട്ട് 10 വരെ 25% കൂടുതലും. രാത്രി കാലങ്ങളിൽ സാധാരണ കറണ്ട് കിട്ടും. അങ്ങനെയാണ് അടുത്ത വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സന്ധ്യ കഴിഞ്ഞാൽ മിക്കവാറും വാട്ടർ ഹീറ്റർ ഓൺ ആകുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ കാര്യങ്ങളൊക്കെ സന്ധ്യ കഴിഞ്ഞു അല്ലേ. അപ്പൊ 6 നും 10 വരെയ്ക്ക് പവർ കൂടിയ ഒരു ഉപകരണം ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC 6 തൊട്ട് 10 വരെ ഈ പവറാണ് കറണ്ട് കിട്ടാത്ത സമയത്ത് നമ്മളെല്ലാം സൂക്ഷിക്കും. പിന്നെ വാട്ടർ ഹീറ്ററിന്റെ കാര്യം പറയുമ്പോൾ 3000 വാട്ട്സ് കറണ്ടാണ് ഒരു വാട്ടർ ഹീറ്റർ. 4 പേർക്ക് കുളിക്കാൻ ഏകദേശം 1 മണിക്കൂർ. അപ്പൊ 3000 വാട്ട്സ് ഗുണം മണിക്കൂർ 1 മണിക്കൂർ. ഓക്കെ, ഡിവൈഡഡ് ബൈ 1000 കിലോ വാട്ട്സ്. എപ്പോഴും യൂണിറ്റ് കണക്കാക്കുന്നത് 1000. അപ്പൊ 3000 വാട്ട്സിന്റെ ഒരു വാട്ടർ ഹീറ്റർ 1 മണിക്കൂർ പ്രകാരം അതിലേക്ക് 1 മണിക്കൂർ ഒരു ദിവസം നമുക്ക് 30 കുടിക്കാൻ 30 മണിക്കൂർ. ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസം അല്ലെ. 1 മണിക്കൂർ വെച്ച് 30 ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോ 3000 ഗുണം 30 ഡിവൈഡഡ് ബൈ 1000 90. ഏകദേശം ഈ 90 നമ്മൾ 100ആയിട്ട് ടാർഗറ്റ് ചെയ്ത് 100 യൂണിറ്റ് കറണ്ട് ഒരു മാസം വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുന്നതിലൂടെ തന്നെ അല്ലെ. അങ്ങനെയാണെങ്കിൽ 100 യൂണിറ്റിന് ഇപ്പോഴത്തെ കറണ്ട് ബില്ല് എടുക്കുന്നത് എത്രയാ? സാധാരണ KCB ബില്ല് വരുമ്പോൾ 1 യൂണിറ്റ് എത്ര എടുക്കുന്നത്? എത്രയാ? ചിലപ്പോൾ 4.5, 5.5, 6 അങ്ങനെയൊക്കെ പോവല്ലേ. അപ്പൊ ഈ 100 യൂണിറ്റ് ഈ വാട്ടർ ഹീറ്റർ മാത്രം എടുത്താൽ നമുക്ക് നിങ്ങൾ നോക്കേ 4500, 5000, 42 പോവല്ലേ. അപ്പൊ നമ്മൾ ആ സ്ഥാനത്ത് സോളാറിന്റെ വാട്ടർ ഹീറ്റർ വെച്ചാൽ എന്താണ് ഗുണം? നിങ്ങൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇത്രയും വാട്ട്സ് കറണ്ട് എടുക്കുന്നത് ഈ സോളാർ വാട്ടർ ഹീറ്റർ വെച്ചാലുള്ള ഉപയോഗം. 90 ഡിഗ്രി വെള്ളം തിളച്ചാണ് നമ്മുടെ കിച്ചണിലേക്ക് വൈകിട്ട 90 ഡിഗ്രി വെള്ളം തിളച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 10 ഡിഗ്രി തിളച്ചാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അപ്പൊ ഈ സോളാർ വാട്ടർ ഹീറ്ററിന്റെ ഉപയോഗം അതിന്റെ കാര്യപ്രാപ്തി നിങ്ങൾ മനസ്സിലാക്കും. ഇനി നിങ്ങൾ ഈ കേട്ടിട്ടുണ്ടോ?
ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി അതാണ് നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ സ്റ്റാർ ലേബലിംഗ്. അതായത് സ്റ്റാർ ലേബലിംഗിന്റെ കൂടുന്തോറും എണ്ണം കൂടുന്തോറും കറണ്ട് ബില്ല് കുറയും അല്ലേ? അപ്പം ഈ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ ഒരു സ്റ്റേറ്റ് ഡെസിഗ്നേറ്റഡ് ഏജൻസിയാണ് എനർജി മാനേജ്മെന്റ് സെന്റർ. നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു സ്ഥാപനമുള്ളൂ. അവിടുത്തെ ഒരു ഫാക്കൽറ്റിയാണ് ഞാൻ. കേരള ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത അവരുടെ വെബ്സൈറ്റിൽ എന്റെ പേരുണ്ട്. ആ വെബ്സൈറ്റിൽ ആൾക്കാർ പേര് കണ്ട അസസ്മെന്റ് ആണ് കോട്ടയം ഭാഗത്തുള്ള ക്ലാസ്സുകളിൽ എന്നെ വിളിക്കുന്നത്. അപ്പം ഈ ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ കേന്ദ്രത്തിന്റെ അംഗങ്ങളുള്ള ഈ ബിഇഒയുടെ സ്റ്റേറ്റിന്റെ ഡെസിഗ്നേറ്റഡ് ഏജൻസിയിലൂടെയാണ് ഒരു ചെറിയ ജലകിട വൈദ്യുത പദ്ധതിയുമായി EMC പ്രവർത്തിക്കുന്നു. ഞാൻ അവിടുത്തെ റിസോഴ്സ് പേഴ്സൺ. ഇനി അടുത്തത് എനർജി ഓഡിറ്റിങ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ കറണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ അതൊന്ന് മോണിറ്റർ ചെയ്യുകയാണ്. അതിന്റെ അളവും അതിന്റെ അപര്യാപ്തതയും അതെന്തോരം നഷ്ടം വരുത്തുന്നുണ്ടെന്ന് നമ്മൾ ഇത് കണക്കെടുത്താണ് എനർജി ഓഡിറ്റിങ്. നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു വീട്ടിൽ എനർജി ഓഡിറ്റിങ് ഞങ്ങൾ കോട്ടയം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ മൊത്തം എനർജി ഓഡിറ്റിങ് നടത്തി. അതുപോലെ കളക്ടറേറ്റിനകത്ത് എന്നിട്ട് ഇറങ്ങി പോകും. കാരണം അവിടെ പഴയ കറണ്ട് സ്വിച്ച് കൊണ്ടായിരിക്കും. ഒരു എനർജി ഓഡിറ്റിനോട് നടത്തില്ല. കോട്ടയം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെയ്തു. അങ്ങനെ പല സ്ഥലത്ത് ചെയ്തപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു വീട്ടിൽ സ്ഥിരം ബൾബ് കത്തിച്ചിട്ടായിരുന്നു. ഞങ്ങൾ അവിടെ പകലും രാത്രി വൈകിട്ട് ബൾബ് കത്തിച്ചിട്ടാൽ കണ്ടുപിടിക്കാവില്ലേ പറഞ്ഞ് ബാത്റൂമിൽ പോകുമ്പോൾ പിള്ളേർ തട്ടി വീഴും. ഇരുട്ടുള്ള മുറിയാണ്. ആ ബൾബ് അവിടെ കത്തിച്ചിട്ടേക്കുക. നിങ്ങളൊന്ന് ഓർക്കണം 60 വാട്സിന്റെ ഒരു ബൾബ് അവിടെ കത്തി കിടക്കുക. ഒരു മാസം എത്ര കണ്ടുപിടിക്കാവുന്നത്. അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞ് മാറ്റി എവിടെയും എണ്ണീരുപാട് വിടാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കാര്യക്ഷമതയുള്ള വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ച് എനർജിയുടെ അതായത് നമ്മുടെ ഊർജത്തിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തി നമ്മൾ കണക്കിലെടുക്കുന്നതാണ് എനർജി ഓഡിറ്റിങ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഫാൻ കറങ്ങുന്നത് നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തു 60 വാട്ട്സ് ആണ് ഫാൻ. ആ ഫാൻ കറങ്ങുന്നത് 60 വാട്ട്സ് ആണെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ഫാൻ ഇടും അല്ലെ? നേരത്തെ ഫാനിന്റെ സ്വിച്ച് ഓണാക്കിയാൽ നിർത്തുവോ? പകല് വീട്ടിലെണ്ണം വിടും, രാത്രിയിൽ ഇടും. 24 hours വർക്ക് ചെയ്യും. അങ്ങനെയാണ് 60 വാട്ട്സിന്റെ ഫാൻ 24 hours വർക്ക് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് കറണ്ടാവും? ഏകദേശം 43-44 യൂണിറ്റ് കറണ്ട് ഒരു ഫാൻ. അങ്ങനെയാണ് നമുക്ക് ബാക്കി ഫാനിന്റെ എണ്ണം ലൈറ്റിന്റെ എണ്ണം ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വൈദ്യുതി ബില്ല് എത്തുന്നതെന്ന് മനസ്സിലാക്കാം. സോളാർ വാട്ടർ ഹീറ്ററിനെ പ്രൊമോട്ട് ചെയ്യുക. സോളാർ ഇൻഡക്ഷൻ അടുപ്പ് അതിനെ പ്രൊമോട്ട് ചെയ്യുക. പല സമയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് സോളാറിന്റെ വെള്ളത്തിൽ ആ സോളാറിൽ നിന്നുള്ള ഇൻഡക്ഷൻ ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്താൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ച് നമുക്കൊരു സാമ്പത്തിക ഭദ്രത കിട്ടുകയതുകൊണ്ട്